നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലും സ്ട്രെയിൻ എടുക്കുന്ന രണ്ട് ജോയിൻസ് ആണ് ലോവർ ബാക്കും അതേപോലെ നീയും. അപ്പോൾ മുട്ടുവേദന എന്ന് പറയുന്നത് ചെറിയ പ്രായക്കാരിൽ മുതൽ വലിയ ആളുകളിൽ വരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് മാനേജ് ചെയ്യാം, ഇതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത്, മെഡിക്കൽ ഓഫീസർ, പ്രാണ നേച്ചർ കെയർ സെൻറ്റർ, കൊല്ലം ഡിസ്ട്രിക്ട്. മുട്ടുവേദനയ്ക്ക് പ്രധാനമായും കുറച്ച് കാരണങ്ങളുണ്ട്. 30% അതിൽ വരുന്നത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസ്, അമിതവണ്ണം, പിന്നെ വേറെ സ്പോർട്സ് ഇഞ്ചുറീസ്, ഫ്രാക്ചർ, ട്രോമ, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് 30% മുട്ടുവേദനകൾ ഉണ്ടാകുന്നത്. എന്നാൽ 70% മുട്ടുവേദനകൾ ഉണ്ടാകുന്നത് എല്ല് തേയ്മാനം മൂലമാണ്. നമ്മുടെ ശരീരത്ത് ദിവസവും കോടാനുകോടി കോശങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്രയും തന്നെ പുനർജനിക്കുന്നുമുണ്ട്. ഇതേ കാരണങ്ങൾ തന്നെയാണ് നമ്മുടെ ജോയിൻസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെ എനിക്കുന്ന സമയത്ത് ഇതേപോലെ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഈ എല്ലുകളിൽ തേയ്മാനം വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ മുട്ടിനുണ്ടാകുന്ന നീർക്കെട്ട്, വേദന, മുട്ട് മടക്കാൻ പ്രയാസം, അതേപോലെ ഒരിടത്തുനിന്ന് എണീറ്റിട്ട് ഇരിക്കാനും ഇരുന്നിട്ട് എണീക്കാനും ഒക്കെ ഉള്ള പ്രയാസവും, പിന്നെ ഒരു സൈഡിലെ മുട്ട് ഏകദേശം തേയ്മാനം ആകുമ്പോഴത്തേക്കും അടുത്ത സൈഡിലേക്ക് വേദനയും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അടുത്ത സൈഡിലേക്കാണ് പ്രഷർ കൊടുത്തിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ മുട്ടും ഇതേപോലെ തേഞ്ഞ് വരുമ്പോഴത്തേക്കും അങ്ങനെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. കാൽമുട്ടിൻ്റെ വേദന എല്ലാ പ്രായക്കാരിലും കണ്ടുവരുന്ന ഒന്നാണ്. അതായത് കുട്ടികളിൽ 4 തൊട്ട് 10 വയസ്സുള്ള കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഇത് റഫേർഡ് പെയിനായിട്ടാണ് കാണിക്കുന്നത്. അതായത് അവരുടെ അരക്കെട്ടിൽ നീർക്കെട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുട്ടുവേദനയായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. എന്നാൽ കൗമാരക്കാരിൽ ഇത് കോൺട്രോമലേഷ്യ പെറ്റല്ല, അതായത് റണ്ണേഴ്സ് നീ എന്നറിയപ്പെടുന്ന ഒരു കണ്ടീഷൻ മൂലമാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ആ ഒരു തരുണാസ്ഥി, അതായത് ആ ഒരു ഇടയിലുള്ള തരുണാസ്ഥി സോഫ്റ്റൺ ആവുകയാണ് ചെയ്യുന്നത്. ഇതിന് കാരണം എന്തെങ്കിലും ഇഞ്ചുറിയോ അല്ലെങ്കിൽ മുട്ടിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലമാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. മുതിർന്നവരിൽ മുട്ടുവേദന വരുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന കണ്ടീഷനാണ്. ഏതെങ്കിലും തരത്തിലുള്ള വാദം അല്ലെങ്കിൽ ആമവാദം, പിന്നെ ഗൗട്ടി ആർത്രൈറ്റിസ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് മുതിർന്നവരിൽ മുട്ടുവേദനയുടെ കാരണങ്ങളായിട്ട് വരുന്നത്. അതുകൂടാതെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉള്ളവർക്കും ഈ പറയുന്ന മുട്ടുവേദന പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓവർ വെയ്റ്റ് ആയിട്ടുള്ളവർക്കും മുട്ടുവേദന പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഓവർ വെയ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിന് താങ്ങാവുന്നതിനും അപ്പുറം വരുമ്പോഴത്തേക്കും മുട്ടിന് അത് ഒരുപാട് സ്ട്രെസ്സാണ് കൊടുക്കുന്നത്. അപ്പം മുട്ടിന് നമ്മൾ 1 കിലോ കുറയ്ക്കുകയാണെങ്കിൽ തന്നെയും 3 കിലോയോളമാണ് മുട്ടിന് അവിടെ കുറഞ്ഞ് വരുന്നത്. അപ്പോൾ മാക്സിമം ഒന്ന് വെയ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാസക്കുളി അവസാനിച്ച സ്ത്രീകളിൽ ഇതേപോലെ കാൽഷ്യം മെറ്റബോളിസം കുറയുകയും അതേപോലെ തന്നെ ഈസ്ട്രജൻ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യത്യാസമൊക്കെ ഈ മുട്ടുവേദനയ്ക്ക് കാരണമാകുന്നു. ഇതേപോലെ തന്നെയാണ് യൂട്രസ് റിമൂവ് ചെയ്ത സ്ത്രീകൾക്കും തൈറോയിഡ് പ്രശ്നമുള്ളവർക്കും ഒക്കെ കാൽഷ്യം മെറ്റബോളിസത്തിൻ്റെ വ്യത്യാസം വന്നിട്ട് ഇതേപോലെ തന്നെ മുട്ടുവേദന വരാനായിട്ടുള്ള ഒരു കാരണമാണ്. ചില സ്കിൻ കണ്ടീഷൻസിലും നമ്മൾ മുട്ടുവേദന കണ്ടുവരുന്നുണ്ട്. അതായത് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന കണ്ടീഷൻസിലും മുട്ടുവേദന പ്രസൻറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ആദ്യമായിട്ട്, അതായത് ഒരാൾക്ക് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ ആദ്യം വീട്ടിൽ നിന്ന് തന്നെ സ്വയം ചികിത്സയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും പെയിൻ ബാമോ ഓയിൻമെൻറ്റ്സോ ഒക്കെ പുരട്ടി അതൊന്ന് മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിൽക്കും. എഗെയിൻ വരുമ്പോൾ പിന്നെയും ഇത് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് പെയിൻ ബാമും അതേപോലെ എന്തെങ്കിലും ഓയിൻമെൻറ്റ്സോ ഒക്കെ പുരട്ടിയാൽ പോലും മാറാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ സ്വയം തന്നെ പോയിട്ട് വല്ല പെയിൻ കില്ലറോ കാര്യങ്ങളോ ഒക്കെ വാങ്ങി അത് കഴിച്ചിട്ട് എഗെയിൻ പെയിൻ ഒന്ന് മാനേജ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. പിന്നെയും ഇതേപോലെ കുറച്ച് നാൾ മാറി പിന്നെയും എഗെയിൻ അത് മുട്ടുവേദന വരുമ്പോഴത്തേക്കും അതൊരു വേറൊരു സ്റ്റേജിലായിട്ടുണ്ടാവാം. അപ്പോഴായിരിക്കും ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാനായിട്ട് വരുന്നത്. നമ്മൾ മുട്ടുവേദനയുടെ ട്രീറ്റ്മെൻറ്റ്സ് എപ്പോഴും അതിൻ്റെ റീസൺ എന്താണെന്ന് അറിഞ്ഞ് തന്നെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇപ്പോൾ വെയിറ്റ് കൂടിയിട്ടുള്ള മുട്ടുവേദനയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ ഒരു ആശ്വാസം ഉണ്ടാകുന്നതാണ്. അതേപോലെ എക്സർസൈസ് അധികം ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും എക്സർസൈസ് ചെയ്ത് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും മുട്ടുവേദനയ്ക്ക് ശമനം ലഭിക്കുന്നതാണ്. അതുപോലെ മുട്ടിന് ചുറ്റുമുള്ള മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കിനി സാധാരണ വരുന്ന മുട്ടുവേദനയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം, അതായത് പെട്ടെന്ന് വീഴ്ചയിലുണ്ടാവുന്ന മുട്ടുവേദന അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു മെത്തേഡ് ട്രൈ ചെയ്യാവുന്നതാണ്. റൈസ് എന്ന മെത്തേഡാണ്. അപ്പോൾ ഈ മെത്തേഡിൽ RICE എന്നുള്ള ഒരു അബ്രിവേഷനാണ് വരുന്നത്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റാണ്,
റെസ്റ്റ് എടുക്കുന്നത് മുട്ടുവേദനയുടെ ഒരു ആഘാതം കുറയാനായിട്ട് കാരണമാകുന്നുണ്ട്. ഐ എന്ന് പറയുന്നത് ഐസ് പാക്കാണ്. ഐസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധമുള്ള ബുദ്ധിമുട്ടുകളും നീർക്കെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മാറുന്നതായിരിക്കും. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷനാണ്. എന്തെങ്കിലും ഒരു ചെറിയ ബാൻഡേജോ അങ്ങനത്തെ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു ആശ്വാസം കിട്ടുന്നതായിരിക്കും. പിന്നെ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലവേഷൻ, അതായത് മുട്ട് താഴ്ത്തി തൂക്കിയിടാതെ അപ്പോൾ തന്നെ ഒന്ന് എടുത്ത് എലവേറ്റ് ചെയ്ത് ഉയർത്തി വെക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ ഒരു 3-4 ദിവസം ചെയ്തിട്ടും മുട്ടുവേദനയ്ക്ക് ശമനമില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. മുട്ടുവേദനയുടെ പ്രധാന കാരണം നമ്മൾ പറഞ്ഞായിരുന്നു പോഷകക്കുറവ് മൂലമാണെന്ന്. അതേപോലെ ഒരുപാട് ഷുഗർ ഇൻടേക്ക് എടുക്കുന്നവർക്കും നമ്മുടെ ന്യൂട്രിയൻസ് അധികമായിട്ട് അബ്സോർവ് ആവത്തില്ല. അപ്പോൾ ഈ ഷുഗർ കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തേയ്മാനം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് തന്നെയാണ് കുഞ്ഞുങ്ങൾക്കും മുട്ടുവേദന വരാനായിട്ടുള്ള ഒരു കാരണം അവരും കൂടുതലും ഷുഗർ കണ്ടൻ്റാണ് അധികമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ കുറഞ്ഞിട്ട് ഈ ഒരു മുട്ടുവേദന എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്താനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ ഉടനെ വിചാരിക്കും ഓക്കെ അത് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയാണ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് സ്വയമായിട്ട് തന്നെ ഒരു കാൽഷ്യം സപ്ലിമെൻ്റൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ കാൽഷ്യം മാത്രം കഴിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു കാരണമാകുന്നുണ്ടോ എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ഇങ്ങനെ അധികമായിട്ട് കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കിഡ്നി സ്റ്റോൺസ് എന്നുള്ള ഫോർമേഷനിലേക്ക് മാറാനായിട്ടുള്ള ഒരു ചാൻസും കൂടുതലാണ്. അതേപോലെ അതിന് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും നമുക്ക് സപ്ലിമെൻറ്റ്സ് വഴിയോ അല്ലെങ്കിൽ ഫുഡ് വഴിയോ എടുക്കാവുന്നതാണ്. ആവശ്യമുള്ള പോഷകങ്ങൾ നമുക്ക് അതായത് വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും നമുക്ക് സപ്ലിമെൻറ്റ് വഴിയും അഥവാ ഫുഡ് വഴി എടുക്കാവുന്നതാണ്. പ്രധാനമായിട്ട് കാൽഷ്യവും വൈറ്റമിൻ ഡിയുമാണ്. കാൽഷ്യം എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വൈറ്റമിൻ ഡി എടുക്കേണ്ടത് അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമാണ് കാൽഷ്യം നന്നായിട്ട് അബ്സോർബ് ആവുന്നത്. അതുപോലെ തന്നെയാണ് ഗ്ലൂക്കോസമൈൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ്, അത് നമുക്ക് ഉള്ളിൽ ചെല്ലുമ്പോൾ ഹൈപ്പോ അസിഡിറ്റി എന്ന കണ്ടീഷൻസിനെ അത് കോപ്പപ്പ് ചെയ്ത് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് കുറച്ച് നമുക്ക് നല്ലൊരു, അതായത് ഹൈപ്പോ അസിഡിറ്റി കണ്ടീഷൻസിൽ മുട്ടുവേദന വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് മുട്ടിൻ്റെ ഇടയിലുള്ള ഫ്ലൂയിഡ് പുനർനിർമ്മിക്കാനായിട്ട് ഗ്ലൂക്കോസമൈൻ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും നീർക്കെട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസമൈൻ എന്ന കണ്ടൻറ്റ് അതവിടെ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ളതാണ് മഗ്നീഷ്യവും വൈറ്റമിൻ സിയും. അതേപോലെ മഗ്നീഷ്യം നന്നായിട്ട് ആക്റ്റീവ് ഫോമിലേക്ക് അബ്സോർബ് ആവണമെങ്കിൽ വൈറ്റമിൻ സിയും കൂടെ എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി മുട്ടുവേദനയ്ക്ക് വേണ്ടുന്ന മറ്റ് കുറച്ച് മിനറൽസിൻ്റെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സിങ്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു മിനറലാണ്. അതുപോലെ തന്നെയാണ് സെലീനിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ B12, പിന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. അത് ചെറു മത്സ്യങ്ങളിലെല്ലാം അവൈലബിൾ ആയിട്ട് ഉള്ള ഒന്നാണ്. ഇനി ചില കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് കഫൈൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അങ്ങനെയുണ്ട് കഫൈനായാലും നമ്മൾ ടാനിൻ, അതായത് ടീയിലടങ്ങിയ കണ്ടൻ്റാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ കാൽഷ്യത്തിൻ്റെ ആയാലും അയണിൻ്റെ ആയാലും അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കത്തില്ല. അത് ചിലർ കൂടുതലും ഭക്ഷണത്തിൻ്റെ കൂടെയാണ് ചായ ആയാലും കാപ്പി ആയാലും കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കത്തില്ല. അതേപോലെ തന്നെയാണ് റിഫൈൻഡ് ഓയിലായിട്ടുള്ള സൺഫ്ലവർ, പാം ഓയിൽ, ഇതൊക്കെ വേദനകളെ നീർക്കെട്ട് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും ഒക്കെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. പിന്നെ ഷുഗർ കണ്ടൻറ്റൊക്കെ അധികമായിട്ട് എടുക്കുന്നവരാണെങ്കിൽ, അതായത് പല ബേക്കറി പലഹാരങ്ങളിലും ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയ ബേക്കറി ഐറ്റംസിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാക്സിമം ഒന്ന് കുറച്ച് നമ്മൾ കൂടുതലും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ നന്നായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ആൽക്കഹോൾ സ്മോക്കിംഗ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അത് ഉറപ്പായിട്ടൊന്ന് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ പറയാം, ലീക്കി ഗട്ട് എന്ന കണ്ടീഷൻസും ഇതേപോലുള്ള പല ബുദ്ധിമുട്ടുകളും നമുക്ക് കോസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആമവാദം പോലെയുള്ള ബുദ്ധിമുട്ടുകളിലും ഈ മുട്ടുവേദന പോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് ജീവിതശൈലി മാറ്റത്തിലൂടെ തന്നെ ചെയ്യാവുന്നതാണ്. എക്സസീവ് ബാക്ടീരിയ ടോക്സിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക്, അതായത് വായ്നാറ്റം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓയിൽ പുള്ളിങ് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. രാവിലെ ഒരു കവിള് കോക്കനട്ട് ഓയിൽ വായിൽ നന്നായിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അത് അങ്ങ് കൊപ്പിളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഒരു റെമഡിയാണ്. ഇനി നമുക്ക് നോക്കാവുന്നത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയ
കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാബേജ് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഇലക്കറികളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പലതരത്തിലുള്ള ബെറീസ് നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. പ്രധാനമായിട്ട് സ്ട്രോബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി ഇതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി ഹെർബ്സ് ആയിട്ടുള്ള വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ഇതൊക്കെ കഴിക്കുന്നത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ മുട്ടുവേദനയായാലും നീർക്കെട്ടായാലും കുറയ്ക്കുന്ന ഒന്നാണ്. ഇനി മുട്ടുവേദന അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് 2 സൂപ്പർ ഫുഡ് പറഞ്ഞു തരാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തേത് റാഗി പൗഡർ റോസ്റ്റ് ചെയ്തെടുക്കുക നന്നായിട്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബദാം ആഡ് ചെയ്യുക, കുറച്ച് കാഷ്യൂസ് ആഡ് ചെയ്യുക, കുറച്ച് എള്ള്, പിന്നെ കോക്കനട്ട് ഓയിൽ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഡേറ്റ്സും കൂടെ ആഡ് ചെയ്യുക. ഡേറ്റ്സും കൂടെ ഒബീസിറ്റി ഉള്ള, അതായത് അമിതവണ്ണം ഉള്ളവരാണെങ്കിൽ ഡേറ്റ്സ് ആഡ് ചെയ്യണമെന്നില്ല. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഒരു ബോൾസ് പോലെ ആക്കി വെക്കുക. എന്നിട്ട് ഇത് ഒരു നേരത്തെ ഫുഡായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും നമ്മുടെ ഈ എല്ല് തേയ്മാനത്തിനും ഒക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു ഫുഡ് ഓപ്ഷനാണ്. അതുപോലെ തന്നെയാണ് ബോൺ ബ്രോത്ത് സൂപ്പ്. എല്ല് കൊണ്ടുണ്ടാക്കിയ സൂപ്പ് കഴിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഗ്ലൂക്കോസമൈനും കൊളാജനും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് നല്ലൊരു റെമഡിയാണ്. ഇനി വെയിറ്റ് കാരണമാണ് മുട്ടുവേദന അനുഭവിക്കുന്നെങ്കിൽ വെയിറ്റ് റിഡക്ഷൻ ചെയ്യുക. അതായത് അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റർ മൈനസ് 1 ടൺ എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡിയൽ വെയിറ്റ് കിട്ടും. ഇപ്പോൾ 170 സെൻറ്റിമീറ്റർ ഉള്ള ഒരാളാണെങ്കിൽ മൈനസ് 110 ചെയ്യുവാണെങ്കിൽ കറക്റ്റ് 60 കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതാണ് ആ ആളുടെ ഐഡിയൽ വെയിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ഒന്ന് മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാനായിട്ട് കഴിയും. ഇനി ഇതിന് നാച്ചുറോപ്പതി ലെവലിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും അക്യുപങ്ക്ചർ, അക്യുപ്രഷർ, ഫിസിയോതെറാപ്പി, മസാജ്, യോഗ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിന് നല്ലൊരു റിലാക്സേഷൻ തന്നെ കിട്ടുന്നതായിരിക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ മുട്ടുവേദന കണ്ടെത്തി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഇത് ലേറ്റ് ആകും തോറും അതിൻ്റെ ബുദ്ധിമുട്ടുകളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഇതെങ്ങനെ മാനേജ് ചെയ്യാം, അതായത് ഒരു പരിധി വരെയുള്ള മുട്ടുവേദന നമുക്ക് വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാനായിട്ട് കഴിയും. അതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് എക്സസൈസ് തെറാപ്പി ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതിന് നീ ഐസോമെട്രിക് എക്സസൈസ് എന്ന് പറയും. ഇതേപോലെ ഒരു കട്ടിയുള്ള ടവൽ നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ അടിയിലെ ഭാഗത്തായിട്ട് വെക്കുക. വെച്ചതിന് ശേഷം ഇങ്ങനെ റിലാക്സ് ആയിട്ട് കിടക്കുക. കാല് രണ്ടും അടുപ്പിച്ച് വെച്ചതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് പ്രഷർ ടവലിലേക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കണങ്കാലിൻ്റെ ആ ഒരു വശം മെല്ലെ പൊങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം പതിയെ റിലീസ് ചെയ്യുക. എഗെയിൻ അങ്ങനെ ഒരു 10 സെറ്റോളം ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ടവലിലേക്ക് പ്രസ് ചെയ്യുക, അതേപോലെ റിലാക്സ് ചെയ്യുക. ബ്രീത്തിങ് വന്നിട്ട് നോർമൽ ബ്രീത്തിങ് ആയിരിക്കണം ചെയ്യേണ്ടത്. ഇൻഹലേഷനും എക്സലേഷനും കറക്റ്റ് റെഗുലർ ആയിട്ടുള്ള ബ്രീത്തിങ് ആയിരിക്കണം ചെയ്യേണ്ടത്. ഇതാണ് ആദ്യത്തെ എക്സസൈസ്. ഇത് രണ്ടാമത്തെ എക്സസൈസാണ്. മാറ്റിലേക്ക് ഇങ്ങനെ നിവർന്ന് കിടക്കുക, കാലുകൾ രണ്ടും അടുപ്പിച്ച് വെക്കുക, കൈകൾ രണ്ടും അടുപ്പിച്ച് വെക്കുക. ബ്രീത്തിങ് നോർമൽ ബ്രീത്തിങ് ആണ്. ഇതും ഒരു 10 സെറ്റോളം ചെയ്യാവുന്നതാണ്. ഇതിനെ ആംഗിൾ പമ്പിങ് എക്സസൈസ് എന്ന് പറയും. ആംഗിൾ പമ്പിങ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 കാലുകളും അടുപ്പിച്ച് വെച്ചതിന് ശേഷം കണങ്കാല് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കുക. ഇതുപോലെ ഒരു 10 സെറ്റ് ദിവസവും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മസിൽസും അവിടുത്തെയുള്ള പേശികളെല്ലാം സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ എക്സർസൈസാണ്. കാലുകൾ രണ്ടും നേരെ വെക്കുക, കൈകൾ രണ്ടും ശരീരത്തോട് അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ഓരോ കാലുകളായിട്ട് മാറ്റിൽ കുത്തി വെക്കുക. എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് കാലിൻ്റെ ഇടയിൽ കൊടുക്കുക. എന്നിട്ട് കൈകൾ രണ്ടും കണങ്കാലിൻ്റെ അടുത്തേക്ക് പ്ലേസ് ചെയ്ത് ഇങ്ങനെ വെക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ ബട്ടക്ക് റീജിയൻ ഉയർത്തേണ്ടതാണ്. പിന്നെ അവിടെ ചെന്നിട്ട് ബ്രീത്തിങ് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നോർമൽ ബ്രീത്തിങ്ങിൽ തന്നെ ഈ ഒരു എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കുറച്ച് നേരം അവിടെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക നോർമൽ ബ്രീത്തിങ്ങിൽ. എഗെയിൻ എക്സെയിൽ ചെയ്ത്
താഴേക്ക്. അഗെയിൻ ഇൻഹെയിൽ ചെയ്ത് മേലേക്ക്, ഹോൾഡ് ചെയ്യുക. ബ്രീത്തിങ് ഹോൾഡ് ചെയ്യേണ്ട, നോർമൽ ബ്രീത്തിങ് ആണ്. അഗെയിൻ എക്സെയിൽ ചെയ്ത് താഴേക്ക്. അങ്ങനെ ഒരു പ്രാവശ്യവും കൂടെ ചെയ്യാം. ഇങ്ങനെ എത്ര ടൈം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നോ അങ്ങനെ മെയിൻറ്റെയിൻ തന്നെ ചെയ്ത് നിന്നാൽ നല്ലതായിരിക്കും. പിന്നെ ഇതിന് ബ്രീത്തിങ് ഹോൾഡ് ചെയ്ത് ചെയ്യണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാരണം തന്നെ ചിലപ്പോൾ എന്തെങ്കിലും മസിൽ ക്രാംസോ അല്ലെങ്കിൽ മസിൽ കയറി പിടുത്തം ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇതിന് ബ്രീത്തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ തന്നെ ദിവസവും 1-2 പ്രാവശ്യം ഈ പറയുന്ന എക്സർസൈസ് എല്ലാം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെയുള്ള മുട്ടുവേദന നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കുറയ്ക്കാൻ പറ്റും. ഈ എക്സർസൈസ് മാത്രം ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു കാര്യമില്ല. ഞാൻ നേരത്തെ വീഡിയോയിലൂടെ പറഞ്ഞതുപോലെ ആ ഭക്ഷണങ്ങളും സപ്ലിമെൻറ്റ്സ് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കുക. എന്നാൽ അതിൻ്റെ കൂടെ ഈ ഒരു എക്സർസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നല്ലൊരു മാറ്റമായിട്ട് വരുന്നത്. ഇനി യോഗാസനാസ് നോക്കുകയാണെങ്കിൽ അത് നീ ബെൻഡ് ചെയ്തിട്ട് ഇല്ല സിറ്റിംഗ് പോസ്ചറിൽ കുറച്ച് നേരം ഇരിക്കുക, അതേപോലെ റിലാക്സ് ചെയ്യുക. ഇത് ഒരുപാട് വേദന ഉള്ളവരാണെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു ചെറിയ വേദനയൊക്കെ ആണെങ്കിൽ ഈ ഒരു എക്സസൈസ് തന്നെ ചെയ്തു നോക്കുക. നമ്മുടെ മസിൽസും മുട്ടിന് ചുറ്റുമുള്ള പേശികളും ഒക്കെ സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെയാണ് താടാസന. താടാസന എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിലെ വിരലുകളിൽ മാത്രം നിൽക്കുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ അത് വെരിക്കോസ് വെയിൻ ആയാലും അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾക്കും ഈ താടാസന എന്ന് പറയുന്ന ആസനാസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. താടാസന എന്ന് പറയുമ്പോൾ നമ്മുടെ കാഫ് മസിൽസിനെല്ലാം നല്ലോണം സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു എക്സസൈസും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ലെഗ് റേസിങ് ചെയ്യുമ്പോൾ 2 സൈഡിലുമായിട്ട് ചെയ്യുക. ഇത് നമ്മുടെ മസിൽസിനെല്ലാം നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു പരിധി വരെയുള്ള മുട്ടുവേദനകളും കാര്യങ്ങളും അതിൻ്റെ കഷ്ടതകളൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയും. എന്നിട്ടും കഴിയാത്തവരാണെങ്കിൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അതിൻ്റേതായ ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.